മതസ്പർദ്ധ വളർത്തുന്ന രൂപത്തിൽ ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനവും സത്യപ്രതിജ്ഞാ ലംഘനവും നടത്തിയ മുസ്ലിം ലീഗ് നേതാവും കായംകുളം നഗരസഭാ കൗൺസിലറുമായ നവാസ് മുണ്ടകത്തിനെതിരെ നിയമപരമായ നടപടി സ്വീകരിച്ച് അയോഗ്യനാക്കണമെന്ന് CPM ആവശ്യപ്പെട്ടു. സംഭവം ശ്രദ്ധയിൽപ്പെട്ട അവസരത്തിൽ തന്നെ CPM ബന്ധപ്പെട്ട പോലീസ് അധികൃതർക്ക് പരാതി നൽകിയിരുന്നുവെന്ന് ഏരിയ സെക്രട്ടറി B. അബിൻ ഷാ പറഞ്ഞു. മതസ്പർദ്ധ വളർത്തുന്ന രൂപത്തിൽ ഭരണഘടനാ വിരുദ്ധമായ പ്രവൃത്തിയും സത്യപ്രതിജ്ഞാ ലംഘനവും നടത്തിയ മുസ്ലിം ലീഗ് നേതാവും കായംകുളം നഗരസഭാ കൗൺസിലറുമായ നവാസ് മുണ്ടകത്തിനെതിരെ നിയമപരമായ നടപടി സ്വീകരിച്ച് അയോഗ്യനാക്കണമെന്ന് CPM നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നഗരസഭയിൽ നിർമ്മിച്ച IN കോയിക്കൽ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ കെട്ടിട ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് വിവിധ ജനവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് വാർഡ് കൗൺസിലർ കൂടിയായ നവാസ് മുണ്ടകത്തിൽ മതസ്പർദ്ധ വളർത്താനുള്ള നീക്കം നടത്തിയതെന്നും നേതാക്കൾ പറഞ്ഞു. കെട്ടിടത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തിന് മുൻപായി നഗരസഭാ ഭരണ നേതൃത്വമോ ഉദ്യോഗസ്ഥരോ അറിയാതെ നവാസ് മുണ്ടകത്തിൽ മതപുരോഹിതരെ തെറ്റിദ്ധരിപ്പിച്ച് കെട്ടിടത്തിൽ പ്രാർത്ഥന നടത്തുകയും ദൃശ്യങ്ങൾ നവമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയുമാണ് ഉണ്ടായത്. ഇതിലൂടെ കായംകുളത്തിന്റെ മതസൗഹാർദ്ദം തകർക്കുവാനും കലാപം സൃഷ്ടിക്കുവാനുമാണ് ശ്രമമുണ്ടായതെന്നും നേതാക്കൾ വ്യക്തമാക്കി. ആ കെട്ടിട ഉദ്ഘാടനത്തിന് മുമ്പ് കെട്ടിടത്തിനകത്തേക്ക് അതിക്രമിച്ചു കയറി അവിടെ ഇത്തരത്തിൽ ഒരു വിഭാഗത്തിന്റെ പ്രാർത്ഥന നടത്തിയത് മറ്റു ജനവിഭാഗങ്ങളെ പ്രകോപിപ്പിക്കുവാനും ബോധപൂർവം കായംകുളത്ത് കലാപം സൃഷ്ടിക്കുവാനുമാണ്. ഇത് കായംകുളത്തെ മതസൗഹാർദ്ദത്തെ തകർക്കുവാനും കലാപം സൃഷ്ടിക്കുവാനും മുസ്ലിം ലീഗിന്റെ നേതാവ് ബോധപൂർവം ചെയ്തതാണ്. അതിനെതിരെ ശക്തമായ പ്രതികരണം നടത്തേണ്ടതുണ്ട്. ഇയാൾ ഇപ്പോൾ മാത്രമല്ല, ബോധപൂർവം കായംകുളത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കുന്ന ഒരാളാണ് നവാസ് മുണ്ടകം. കുറച്ചുനാൾ മുമ്പ് ഇയാൾക്കെതിരെ നേരത്തെയും കേസ് കൊടുത്തിരുന്നു. നഗരസഭാ ചെയർപേഴ്സണെ ആക്രമിച്ച ആളാണ്. നിരന്തരമായി ഈ നാട്ടിൽ ഒരു സാംസ്കാരിക അധപ്പതനത്തിന്റെ ഉടമ കൂടിയായ ഇദ്ദേഹം ഒരു പൊതുപ്രവർത്തകന് വേണ്ട മര്യാദ കാണിക്കാതെ നിൽക്കുന്ന ഒരാളാണ്. അയാളിപ്പോൾ ഇത് ചെയ്തത് നമ്മുടെ കായംകുളത്തിന്റെ ഒരു മതേതര ഐക്യമുണ്ട്. കായംകുളത്തിന്റെ മതസൗഹാർദ്ദത്തിന് പേരുകെട്ട നാടാണ്. ഇവിടെ ഒരു കലാപമില്ല. ഇവിടെ എല്ലാവരും ഒരുമിച്ചാണ്, എല്ലാവരും യോജിച്ചു പോവുകയാണ്. ആ ഘട്ടത്തിലാണ് ഇയാൾ ബോധപൂർവം ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത് മാത്രമല്ലല്ലോ, അതിന് ബന്ധപ്പെട്ട മതപുരോഹിതന്മാരെ കൂടി അതിലേക്ക് വലിച്ചടിച്ചിട്ട് അവരുമായി സംസാരിച്ചപ്പോൾ അവരിതൊന്നും അറിഞ്ഞില്ലെന്നാണ് പറഞ്ഞു. ഒരു കെട്ടിടത്തിന് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് അവർ കയറി പ്രാർത്ഥിക്കാൻ പോകുന്നു. ബോധപൂർവമാണ് ഈ ശ്രമം നടത്തിയത്. അതിനോടൊപ്പം തന്നെ നമ്മൾ കാണാത്ത മറ്റൊരു കാര്യം, പെട്ടെന്നാണ് BJP ഈ സമരം എടുക്കുന്നത്. BJP ഇതിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. BJPയും നല്ല കക്ഷികളാണല്ലോ. ഈ പൂജ നടത്തുന്നതും ഈ മത ചടങ്ങുകൾ നടത്തുന്നതും BJPയാണ് ഉയർത്തുന്നത്. പാർലമെന്റിൽ കെട്ടിടത്തിന് ഉദ്ഘാടനത്തിന് മുമ്പ് പുരോഹിതന്മാരെ കൊണ്ടുവന്ന് സ്വാമിമാരെ കൊണ്ടുവന്ന് പൂജ നടത്തിയ ആളുകളാണ്. അപ്പൊ ഇവരുടെ ഉദ്ദേശവും നവാസ് മുണ്ടകത്തിലോ അല്ലെങ്കിൽ ഈ ചെയ്ത തെറ്റിനെ അല്ല. BJPയുടെ ഉദ്ദേശം കായംകുളത്ത് കലാപം സൃഷ്ടിക്കാനാണ്, മതസ്പർദ്ധ വളർത്തുവാനാണ്. അത്തരം നിലപാടുകൾ നമ്മുടെ നാടിന് ദോഷകരമാണ്. BJPയുടെ ഈ നിലപാട് തിരുത്തേണ്ടതാണ്. അതോടൊപ്പം തന്നെയാണ് UDF കൃത്യമായ നയം വ്യക്തമാക്കണം. ഇപ്പോ മുസ്ലിം ലീഗ് അയാളെ സസ്പെൻഡ് ചെയ്തു എന്നാണ്. എന്ത് സസ്പെൻഷൻ? മുസ്ലിം ലീഗിന്റെ സസ്പെൻഷൻ ഇയാളെ പുറത്താക്കല്ലേ വേണ്ടത്. അയാളെ പുറത്താക്കി അയാൾക്ക് ഇപ്പോൾ അയാളോട് ആവശ്യപ്പെടുകയും വേണ്ട രാജിവെക്കാൻ. അവരാണ് രാജിവെക്കാൻ ആവശ്യപ്പെടണം അയാളോട്. ആ നിലപാടാണ് മുസ്ലിം ലീഗ് സ്വീകരിക്കേണ്ടത്. എന്നാൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നീക്കവുമായി മുസ്ലിം ലീഗും UDFും കായംകുളത്ത് വരികയാണ്. ഇത് അനുവദിച്ച് പോകുവാൻ നമുക്ക് കഴിയില്ല. കായംകുളത്തെ കലാപ ഭൂമിയാക്കുവാൻ, കായംകുളത്തെ മതസൗഹാർദ്ദത്തെ, കായംകുളത്തെ സമാധാന അന്തരീക്ഷത്തെ തകർക്കുവാൻ ആരെയും നമുക്ക് അനുവദിക്കാൻ കഴിയില്ല. സംഭവം ശ്രദ്ധയിൽപ്പെട്ട അവസരത്തിൽ തന്നെ CPM ബന്ധപ്പെട്ട പോലീസ് അധികൃതർക്ക് പരാതി നൽകിയിരുന്നുവെന്ന് CPM ഏരിയ സെക്രട്ടറി B. അബിൻ ഷാ പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറിക്കും കത്ത് നൽകി. കൂടാതെ മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും പോലീസ് അധികൃതർക്കും നഗരസഭാ ചെയർപേഴ്സൺ പരാതി നൽകി. മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതി തുടർ നടപടികൾക്കായി ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറിയിട്ടുണ്ടെന്നാണ് വിവരം ലഭിച്ചതെന്നും B. അബിൻ ഷാ പറഞ്ഞു. സംഭവത്തിൽ മുസ്ലിം ലീഗും കോൺഗ്രസും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ശ്രമിച്ചതെന്നും നേതാക്കൾ പറഞ്ഞു. നവാസ് മുണ്ടകത്തിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നവർ പുറത്താക്കാനുള്ള ആർജവം കാട്ടാത്തതിൽ ദുരൂഹതയുണ്ടെന്നും നേതാക്കൾ വ്യക്തമാക്കി. നവാസ് മുണ്ടകത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉണ്ടായിട്ടും സംരക്ഷിക്കുന്ന നിലപാടാണ് UDF സ്വീകരിക്കുന്നതെന്ന് ഏരിയ സെക്രട്ടറി B. അബിൻ ഷാ പറഞ്ഞു. ഈ സംഭവത്തെ ഉപയോഗപ്പെടുത്തി നാട്ടിൽ കലാപം സൃഷ്ടിക്കാനുള്ള BJPയുടെ നീക്കം അപലപനീയമാണെന്നും ആ നീക്കം വിലപ്പോകില്ല എന്നും അബിൻ ഷാ വ്യക്തമാക്കി. CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് KH ബാബുജാൻ, P. ഗാനകുമാർ, ഷെയ്ഖ് P. ഹാരിസ്, നഗരസഭാ ചെയർപേഴ്സൺ P. ശശികല, K. ശിവപ്രസാദ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.